എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് പറിച്ച ഈ കുമ്പളങ്ങ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന് ഞാൻ എന്നും വിചാരിക്കാറുണ്ട്. പക്ഷെ അതങ്ങനെ കുറച്ച് ദിവസം വെച്ചിരുന്നു. അല്ലെങ്കിൽ മനസ്സിനൊരു സന്തോഷമില്ല. ഇന്നും നിങ്ങൾ വിചാരിക്കുമല്ലേ, ഓ കുമ്പളങ്ങ കൊണ്ട് വല്ല പച്ചടിയോ കിച്ചടിയോ ഓലനോ പുളിശ്ശേരിയോ വല്ലതും ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ ഒന്നുമേ അല്ല. ഇന്നൊരു സ്വീറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്, ഹൽവ. പിന്നെ നിങ്ങൾ വിചാരിക്കും, ഇതെന്താ ഈ കുമ്പളങ്ങ ഇങ്ങനെ നീളത്തിൽ മുറിച്ചു, പിന്നെ കുറുകെ മുറിച്ചു, എന്നാൽ പിന്നെ അങ്ങ് കുറുകെ മുറിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുമ്പളങ്ങ കുറുകെ മുറിക്കരുത്, ഒന്ന് നീളത്തിൽ മുറിച്ചിട്ട് കുറുകെ മുറിക്കാവൂ എന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയും കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളമുണ്ട്, വെള്ളത്തോടു കൂടി ഇങ്ങനെ അങ്ങ് എടുത്താൽ മതിയാകും. ഈ കപ്പിന് ഒരു 4 കപ്പ് കുമ്പളങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കപ്പിന് 2 കപ്പ് ശർക്കര പൊടിച്ചതാണിത്. അതും 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് പാനിയാക്കി എടുക്കണം. ശർക്കരയൊക്കെ പാനിയായിട്ടുണ്ട്. അത് അരിച്ച് അതൊന്ന് മാറ്റി വയ്ക്കണം. ചൂടായ പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം 1/4 കപ്പ് കാഷ്യൂനട്ടാണിത്. 10-12 റൈസിൻസും ഉണ്ടിത്. ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാകും. കാഷ്യൂനട്ട് ചുവക്കണ്ട, ഇത് മതിയാകും. ഇതേ പാനിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ഹൈ ഫ്ലെയിമിൽ 10-20 മിനിറ്റെങ്കിലും വേണ്ടി വരും. വെള്ളമെല്ലാം ഒന്ന് വറ്റി ഒന്ന് വെന്ത് കിട്ടുവാനായിട്ട്. ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. ഇതൊന്ന് വെന്ത് വരുന്നതിൻ്റെ അനുസരിച്ച് ഒന്ന് ഉടച്ചുകൂടെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി കുറേശ്ശെയായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വരട്ടിയെടുക്കാനായിട്ട്. ഇത് കുറച്ചും ഒരു 10 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇത് നമുക്കൊന്ന് വരട്ടിയെടുക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നമുക്കൊന്ന് കലക്കി വെക്കണം. ശർക്കരയൊക്കെ ഏകദേശം ഒന്ന് കുറുകി വന്നു. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയൊക്കെ ഒന്ന് വഴന്ന് ഇതുപോലെ കട്ടിയായി വരുമ്പോൾ കുറേശ്ശെ നമുക്ക് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്ന് ശർക്കരയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം ഒന്നും എല്ലാം റെഡിയായിട്ട് വരുന്നുണ്ട്. അരികിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ബാക്കി കുറച്ചുകൂടി നെയ്യുണ്ട്, നമുക്കതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. മൊത്തം 4 ടേബിൾ സ്പൂൺ നെയ്യാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് ഇങ്ങനെ ഉരുണ്ട് വരണം. അതാണ് അതിൻ്റെ പരുവം. ചെറുതായിട്ട് പാനിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും റൈസൻസും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുമ്പളങ്ങ ഹലുവ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുമ്പളങ്ങ കൊണ്ട് എന്താ ടേസ്റ്റ്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല, കറക്റ്റ് ആ ഹലുവയുടെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാകും. പിന്നെ അരി കൊണ്ടും മൈദ കൊണ്ടുമൊക്കെ ഉണ്ടാക്കുന്ന ആ ഹലുവയുടെ ആ ടെക്സ്ചർ ഇതിന് വരുന്നില്ല. കുറച്ചും കൂടെ സോഫ്റ്റാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മുന്നിൽ തന്നെയാണ് കേട്ടോ. ഹൽവയൊക്കെ നല്ലതായിട്ട് പാകമായി നന്നായിട്ടെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇതിലേക്കാണ് ഞാൻ ഹൽവ സെറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഗീ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാനിലേക്ക് സ്ക്വയറായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്വല്പം ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് അതിന് മുന്നേ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചതാണ്, അതവിടെ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ഹലുവയുടെ കറക്റ്റ് അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇത് കുമ്പളങ്ങയാണെന്ന് ആരും പറയത്തില്ല. നമ്മളൊന്ന് പറഞ്ഞ് ഹലുവ കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ കുമ്പളങ്ങയാണോ എന്ന്.
അത്ര ടേസ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ കുമ്പളങ്ങയ്ക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഇല്ലല്ലോ. കറക്റ്റ് അലുവയുടെ അതേ ടേസ്റ്റ് തന്നെയാണിതിന്. സാധാരണയായി നമ്മൾ അരി കൊണ്ടും മൈദ കൊണ്ടും അതുപോലെ ചക്ക കൊണ്ടൊക്കെയുള്ള ഹലുവ കഴിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് കുമ്പളങ്ങ കൊണ്ടുള്ള ഹലുവ എങ്ങനെയുണ്ടെന്നുകൂടെ നമുക്ക് നോക്കണ്ടേ അല്ലേ? അതുകൊണ്ട് എന്തായാലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് എന്തായാലും കുമ്പളങ്ങയാണെന്ന് പറയത്തില്ല, ഇതൊരു ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയൊരു ഹലുവയാണെന്നേ പറയത്തുള്ളൂ. അതുപോലെ തന്നെ തമിഴ്നാട് തഞ്ചാവൂർ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ട്രഡീഷണൽ ഒരു സ്വീറ്റ്സ് തന്നെയാണ് ഈ കാസി ഹൽവ എന്ന് പറഞ്ഞ്. അത് ഇവരുടെ കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്സ് തന്നെയാണ് ഈ കാസി ഹൽവ എന്ന് പറയുന്നത്. അത് കുമ്പളങ്ങ കൊണ്ട് തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്നതും. ഹൽവയൊക്കെ ഏകദേശം എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിമോൾഡ് ചെയ്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതാ നോക്ക്, ഡിമോൾഡ് ചെയ്ത് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഹലുവ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ ഹൽവ നന്നായിട്ടില്ലേ? ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവ്സ് വരുന്നുണ്ട്, അവർക്കും കൂടി ഇതൊന്ന് കൊടുക്കണം. കുറച്ചും കൂടെ തണുക്കാനുണ്ടായിരുന്നു, അവർക്ക് പോകേണ്ട തിരക്ക് കൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്യുകയാണ് അവർക്കൂടെ കൊടുക്കാൻ വേണ്ടി. അവരോട് ഞാൻ കുമ്പളങ്ങയാണെന്ന് പറഞ്ഞത് കൊണ്ട് ആണ് അവർക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് കുമ്പളങ്ങ ഹലുവയാണെന്ന് കേട്ടോ. എൻ്റെ മാമൻ്റെ മോളാണിത്, ചേച്ചിയുടെ മോനാണ് കൂടെയുള്ളത്. അവരും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഇത് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ ഇത് കുമ്പളങ്ങയാണെന്ന്. കുറച്ച് സോഫ്റ്റാണ് എന്ന് പറഞ്ഞു, അല്ലാതെ ഒന്നുമില്ല. സാധാരണ അലുവയിലും കുറച്ചും കൂടെ സോഫ്റ്റ്, അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഒരു വ്യത്യാസം. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.